പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞാൽ, എപ്പോഴും പറയണമെന്നൊന്നുമില്ല, എപ്പോഴും പറയണ്ട, ചില സമയത്ത് മാത്രം, അത് ഏത് സമയത്താണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ചില സമയത്ത് മാത്രം ഒരു അരവരി മാത്രമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ 70 രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് കാവൽ കൊടുക്കും. അതായത് ക്യാൻസർ രോഗം, അറ്റാക്ക് രോഗം, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, സ്ട്രോക്ക്, അതുപോലുള്ള രോഗങ്ങൾ അവനിക്ക് വരൂല. ചില സമയങ്ങളിൽ ഈ ഒരു അരവരിയുള്ള ഒരു വാക്ക് അവൻ പറയണം, മുടങ്ങാതെ ആ സമയത്ത് അത് പറയണം. ഏത് സമയത്താണ്, ഏത് വാക്കാണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിശുദ്ധമായ ഖുർആനിൽ ഇന്നത്തെ ദിവസം ഒരു സൂറത്ത് എന്തായാലും ഓതാം. കാരണം ആ സൂറത്ത് ഓതിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എപ്പോൾ രക്ഷപ്പെട്ടു? ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും. ആ കൂട്ടത്തിൽ പലരും ചോദിച്ചു, ഉസ്താദെ, എൻ്റെ വാപ്പ ഉമ്മാക്ക മരിച്ചുപോയി, അവർക്ക് വേണ്ടി എനിക്ക് ഈ ഖുർആൻ ഓതി സൂറത്തുൽ ഫാത്തിഹ ഓതി ദുആരക്കാൻ അറിയില്ല, എങ്ങനെയാണ് ഞാൻ മരിച്ചവർക്ക് വേണ്ടി എങ്ങനെയാണ് ഈ ഖുർആൻ ഓതി ദുആ ചെയ്യുന്നത് എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള മറുപടിയും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരെയും ചേർത്തിട്ടുള്ളത്. റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഈ വെള്ളിയാഴ്ച കൂട്ടി ഏകദേശം 4 വെള്ളിയാഴ്ച, ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു. അതുപോലെ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി മുടങ്ങാതെ നോമ്പ് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ അറഫാ ദിവസത്തിൽ നോമ്പ് പിടിച്ചു. അറഫാ ദിവസത്തിൽ നോമ്പ് പിടിക്കാൻ പറ്റാത്ത പല സഹോദരിമാരും സഹോദരങ്ങളും ഈ മാസത്തിൽ തന്നെ ആ നോമ്പ് പിടിച്ചു വീട്ടിയവരൊക്കെ ഉണ്ട്. ഉളഹിയ്യത്ത് അറുത്തവരാണ് നമ്മളിൽ പലരും ഹജ്ജിന് പോയി അൽഹംദുലില്ലാ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവർ നല്ല ഒരു ജീവിതം നയിക്കുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അതെല്ലാം മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറുകൾ പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ മുഹറം മാസമൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. ഇതിപ്പോൾ വിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇനി വരുന്ന ചൊവ്വാഴ്ച പവിത്രമായ ഈ ദുൽഹിജ്ജ മാസം 29ാം ദിവസമാണ്. ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ബുധനാഴ്ച മുഹറം 1 ആയിരിക്കും. ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ബുധനാഴ്ച നമ്മുടെ ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയായിരിക്കും മുഹറം 1. അൽഹംദുലില്ലാ. അപ്പോൾ ഏതായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ പലരൊക്കെ ഇപ്പോഴേ ചോദിക്കാൻ തുടങ്ങി, ഉസ്താദ്, ഈ മുഹറം മാസത്തിലല്ലേ ഈ ബിസ്മിയൊക്കെ എഴുതുന്നത്, അതെന്നാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മുഹറം മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് പോകുന്നത്. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യത്തിൽ പെട്ടതാണ് മറ്റുള്ളവരോട് പിണങ്ങാൻ പാടില്ലെന്ന്, അല്ലേ? നമുക്കറിയാലോ, മറ്റുള്ളവരോട് പിണങ്ങാൻ പാടില്ല. ഇനി അഥവാ 1ഉം 2ഉം പറഞ്ഞ് പിണങ്ങിയാൽ തന്നെ 3 ദിവസത്തേക്കാൾ കൂടുതൽ ആ പിണക്കം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും. അള്ളാഹിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹ് നോക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അയാൾ ഭയങ്കരമായ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഖുർആൻ ഓതി, ഒരുപാട് സ്വതക്ക കൊടുത്തു, സക്കാത്ത് കൊടുത്തു, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ അല്ലാഹു തആല നോക്കുമ്പോൾ പടച്ചോന് മനസ്സിലായി, സംഭവമൊക്കെ ശരിയാണ്, ഇയാൾ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുകയാണ്, ഇവന്റെ ഭാര്യയോട് പിണങ്ങി നിൽക്കുവാണ്, ഇവന്റെ വാപ്പാനോട് മിണ്ടില്ല, ഉമ്മാനോട് മിണ്ടില്ല, കൂട്ടുകാരോട് മിണ്ടില്ല, ഇവൻ പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഇവള് പിണക്കത്തിലാണെന്ന് മനസ്സിലായാൽ മലക്കുകളോട് പറയും സംഭവമൊക്കെ സെറ്റാണ്,
എല്ലാ ഇബാദത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇവന്റെ പിണക്കം എപ്പോഴാണ് തീർക്കുന്നത്? അന്നേ ഞാൻ ഈ ഇബാദത്ത് സ്വീകരിക്കൂ. ഇനി പിണക്കം തീർക്കാതെ എങ്ങനെ ഇവ മരിച്ചു പോയാൽ ഈ ഇബാദത്തൊക്കെ വെറുതെ വെള്ളത്തിൽ ആണി അടിക്കുന്നത് പോലെ ആയി പോകും എന്ന് പറയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ പിണക്കം വേണ്ട, വഴക്ക് വേണ്ട. ചില ആളുകളോട് നമ്മൾ മിണ്ടാതിരിക്കലായിരിക്കും നല്ലത്. അങ്ങനെയുണ്ട്, അതും കൂടെ പറയണമല്ലോ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ചില ആൾക്കാരോട് മിണ്ടാതിരിക്കലാണ് നല്ലത്. കാരണം മിണ്ടിയാൽ അപ്പം പ്രശ്നമാണ്. നമ്മളിപ്പോൾ വല്ല കാര്യത്തിൽ സലാം പറഞ്ഞൊക്കെ മിണ്ടിയാൽ അപ്പം നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും. പിന്നെ പ്രശ്നമാകും, വഴക്കിടും, തെറിവിളിയാകും. അങ്ങനെയാണെങ്കിൽ തൽക്കാലം അവരോട് മിണ്ടണ്ട. കാരണം മിണ്ടാതിരിക്കലാണ് അവിടെ നല്ലത്. മിണ്ടി തുടങ്ങിയാൽ അവിടെ പ്രശ്നമുണ്ടാകും. എങ്കിൽ തൽക്കാലം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, അത് മതി. പിണക്കമുണ്ടോ, മനസ്സിൽ പിണക്കമുണ്ടോ? ഇല്ല, അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ മനുഷ്യന്മാരോട് നമ്മൾ പിണങ്ങിയാൽ ആ പിണക്കം തീർക്കാതെ അള്ളാഹു തആല നമ്മളുടെ ഇബാദത്തൊന്നും സ്വീകരിക്കില്ല. അങ്ങനെയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ നമ്മളോട് പിണങ്ങും. ആ പിണക്കം നമ്മൾ മാറ്റണമെന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ചെയ്യുന്ന ദുആ ഇല്ല, ദുആ. ആ ദുആകൾ നമ്മളോട് പിണങ്ങുമെന്നാണ്. ദുആ നമ്മളോട് പിണങ്ങും. അങ്ങനെ അതായത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 ദുആകൾ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് പിടിച്ചു, അൽഹംദുലില്ലാ. അതൊക്കെ ഒരുപാട് പേര് ചൊല്ലുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞത് വലിയ സന്തോഷം. 5 ദുആകൾ ഏതൊക്കെയാണത്? ഒന്ന്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 2, റബ്ബനാ ആത്തിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 3-മത്തേത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. 4-മത്തെ ദുആ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആയാണ്, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. 5-മത്തെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത് എപ്പോഴും നമ്മൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ദുആകളിൽ നമ്മൾ എന്തായാലും അറബിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട ദുആകളാണ് ഈ പറയപ്പെട്ട 5 ദുആകൾ. ഇതിൽ നമ്മൾ 4-മത് പറഞ്ഞ ദുആ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ചെയ്യുന്ന ദുആ. അതായത് ഒരു മനുഷ്യൻ അവന്റെ എല്ലാ കാര്യവും പറഞ്ഞ് ദുആ ചെയ്യുന്നു. അവന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞാൻ ചെയ്ത അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്, അള്ളാഹുവിന്റെ മക്കളുടെ കാര്യം, എൻ്റെ ഭാര്യയുടെ കാര്യം, അള്ളാഹുവിന്റെ കച്ചവടത്തിന്റെ കാര്യം, അങ്ങനെയാണ് എൻ്റെ രോഗത്തിന്റെ, എല്ലാം പറഞ്ഞ് ദുആ ചെയ്തു. എനിക്ക് ഹജ്ജിന് പോകണം അല്ലാഹ്, എനിക്ക് ഉംറക്ക് പോകണം അല്ലാഹ് എന്നൊക്കെ പറഞ്ഞു. ഒക്കെ നല്ല ദുആയാണ്. പക്ഷെ ആ ദുആയിൽ അവന്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി അവൻ ദുആ ചെയ്തില്ല എങ്കിൽ അവൻ ചെയ്ത ദുആ അവനോട് പിണങ്ങുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ദുആകളിൽ എപ്പോഴും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യണം. മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാവണം. ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. ഇനി മറ്റൊന്ന്, നമ്മുടെ കയ്യിലുള്ള പൈസ ഉണ്ടല്ലോ, പൈസ, കാശ്, ആ കാശ് നമ്മളോട് പിണങ്ങും. എങ്ങനെ? നമ്മുടെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള പൈസ ഉണ്ട്, എന്നിട്ടും നമ്മൾ പിശുക്ക് കാരണം അത് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ, പണം നമ്മളോട് പിണങ്ങുമെന്ന് മഹാന്മാർ പറയുകയാണ്. അതുപോലെ നമ്മളോട് പിണങ്ങുന്ന മറ്റൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ പള്ളിയിലേക്ക്, പുരുഷൻ, അയാൾ പള്ളിയിൽ കയറി നിസ്കരിക്കാനാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാനാവട്ടെ, പള്ളിയിൽ കയറിയിട്ട് ഒരു 2 റക്അത്ത് പോലും ഒരു സുന്നത്ത് നിസ്കരിക്കാതെ അയാൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ ആ പള്ളി അയാളോട് പിണങ്ങുന്നതാണ്. പിന്നെ മറ്റൊന്നാണ്, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ഇതാണെങ്കിലും പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു പേജ് ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ അന്നത്തെ ദിവസം അവനോട് പിണങ്ങുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ ഓതാൻ നമ്മൾ വിട്ടുപോകരുത്. ഇതിപ്പോൾ എത്രയോ സുഖമാണ് നമുക്ക്, അല്ലേ? നമ്മൾ എത്രയോ സമയം റീൽസുകൾ കണ്ട്, അല്ലേ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ റീൽസുകൾ കണ്ട്, വീഡിയോകൾ കണ്ട് സമയം കളയുന്നു. ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ നമുക്ക് ഒരു പേജ്, അല്ലെ, സ്ക്രീനിൽ കാണുന്ന ഒരു പേജ് നമുക്ക് വിശുദ്ധമായ ഖുർആൻ ഓതാൻ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നത്, വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഒരുപാട് കണ്ട് ഓതേണ്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്, സൂറത്തുൽ ജുമുഅ ഓതൽ നല്ലതാണ്, സൂറത്തുൽ മുനാഫിഖൂൻ ഓതൽ നല്ലതാണ്, സൂറത്ത് ദഹർ, സൂറത്ത് സജദ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫത്ഹ്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായി ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. വെള്ളിയാഴ്ച ദിവസം എന്തായാലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. കാരണം വെള്ളിയാഴ്ച രാവ് പകൽ എന്ന് പറഞ്ഞാൽ
ഈ മരണപ്പെട്ടുപോയ ആളുകൾ അവരുടെ ഖബറിൽ അവർക്ക് അല്ലാഹു തആല ശിക്ഷ ഉയർത്തിക്കളയുന്ന ഒരു രാവും പകലുമാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ. ആ സമയത്ത് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അദാബ്, ശിക്ഷ നമ്മൾക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ മലക്കുകളോട് തർക്കിക്കുമെന്നാണ് ഈ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന്, അല്ലെങ്കിൽ അല്ലാഹു തആല എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ സൂറത്തുൽ മുൽക്ക് വരും. എന്നിട്ട് ഈ മലക്കുകളോട് തർക്കിക്കുമെന്നാണ്. ഇവിടെ ശിക്ഷ ഇറക്കാൻ പറ്റൂല, ഇവൻ എന്നെ ഓതിയവനാണ്, ഇവിടെ ശിക്ഷ ഇറക്കാൻ പറ്റൂല എന്ന് മലക്കുകളോട് തർക്കിക്കുമെന്നാണ് ഈ സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. രാത്രി ഇപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ് ഓതാൻ പറ്റുന്നില്ല എങ്കിൽ സുബഹി കഴിഞ്ഞ് ഓതാം. സുബഹി കഴിഞ്ഞ് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ പകലിൽ എപ്പോഴാണ്, 24 മണിക്കൂറിൽ എപ്പോഴാണോ നമുക്ക് സമയമുള്ളത് ആ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഒന്ന് ഓതാൻ പ്രത്യേകം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചിട്ട് ഉടൻ തന്നെ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകില്ലല്ലോ. ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുക. അപ്പൊ അതായത് ഞാൻ മരിച്ച്, ഒരാൾ മരിച്ചു, അയാളുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് 40 പ്രാവശ്യം അയാൾക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ദുആ ചെയ്താൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് അല്ലാഹു തആല സൂറത്തുൽ മുൽക്കിന്റെ ബർക്കത്ത് കൊണ്ട് ഖബർ ശിക്ഷ ഉയർത്തിക്കളയുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതാണ് സൂറത്തുൽ മുൽക്കിന്റെ ശ്രേഷ്ഠത പറയുന്ന സ്ഥലത്ത് നമുക്കിത് കാണാൻ പറ്റും. സൂറത്തുൽ മുൽക്ക് എന്നല്ല, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. വിശുദ്ധമായ ഖുർആൻ സ്ഥിരമായി ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ മനസ്സിലാക്കുന്നു, ഖുർആന്റെ അർത്ഥം പഠിക്കുന്നു, തഫ്സീർ പഠിക്കുന്നു, തഫ്സീർ കേൾക്കുന്നു. അതൊക്കെ എന്താണ്? നമുക്ക് ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വലിയ കാരണമാണ്. പണ്ട് പേർഷ്യ എന്ന് പറയുന്ന രാജ്യം, അതായത് ഇന്നത്തെ ഇറാൻ, അന്നത്തെ പേർഷ്യ എന്ന് പറയുന്ന നാട്ടില് ഒരു വലിയ മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ പേര് നാസുറുദ്ദീൻ അബ്ദുൽ സഈദ് അബ്ദുല്ലാ ബിൻ ഉമർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ചില അസുഖമുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് ബോധക്ഷയം. ചിലപ്പോൾ ബോധം കെട്ട് വീണാൽ ഇങ്ങനെ മണിക്കൂറുകളോളം അദ്ദേഹം ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നതാണ്. എന്നിട്ട് പിന്നെ അല്പം ബോധമൊക്കെ വന്ന് പിന്നെ അദ്ദേഹം നോർമൽ ലൈഫിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വഴിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി വീണു. ആളുകൾ വന്ന് നോക്കുമ്പോൾ ശ്വാസമൊന്നും പോകുന്നില്ല. കുറേ സമയം മുട്ടി വിളിച്ചു എന്നിട്ടൊന്നും ബോധം തെളിയുന്നില്ല. എല്ലാവരും വിചാരിച്ചു അദ്ദേഹം മരിച്ചു എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത ആ നാട് മുഴുവൻ അറിഞ്ഞു. ആളുകളൊക്കെ കൂടി അദ്ദേഹത്തെ എടുത്തു മയ്യത്ത് കുളിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു. മയ്യത്ത് കുളിപ്പിച്ചു, കഫം പുടവ ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഖബറിൽ കൊണ്ടുപോയി ആ മനുഷ്യനെ വെച്ചു. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് മൂടി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നതെന്നാണ്. അപ്പൊ ചോദിക്കുക, എന്താ ഉസ്താദെ കൈയും കാലൊക്കെ പിടിച്ചു നോക്കിയാൽ ബോധം തെളിയുമെന്ന് അറിയില്ലേ? അന്ന് അതിനുള്ള സംവിധാനങ്ങൾ കുറവാണ്, ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ന് തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ കൊണ്ടുവരും. എന്താ, നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഉറപ്പായെങ്കിൽ പോലും ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് പരിശോധിപ്പിക്കും, ഇയാൾ മരിച്ചതാണോ, ഡോക്ടർ ഒന്ന് കൺഫേം ആക്കാൻ ഡോക്ടറെ കൊണ്ടുവരും. അന്ന് അങ്ങനത്തെ ഒരു സംവിധാനമില്ല, വർഷങ്ങൾക്ക് മുമ്പല്ലേ, സംവിധാനമില്ല. അങ്ങനെ അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഖബറിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഖബറിൽ ബോധം തെളിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ കയ്യൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ആ കഫൻ തുണി മാറ്റി അല്പം ശ്വാസം കിട്ടി. അദ്ദേഹം അവിടെ വെച്ച്, അതായത് ജീവനോടുകൂടി ഖബറിൽ കിടക്കുകയാണ്. അദ്ദേഹം അവിടെ വെച്ച് നീയത്ത് മനസ്സിൽ കരുതി, പടച്ചോനെ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്നും, കാരണം മരിച്ചില്ലല്ലോ, അള്ളാഹു എന്നെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ നിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഞാൻ തഫ്സീർ എഴുതിക്കൊള്ളാം അല്ലാ എന്ന് അദ്ദേഹം അവിടെ വെച്ച് ഒരു മനസ്സിൽ നീയത്ത് വെച്ചു. അപ്പോഴാണ് അന്നത്തെ രാത്രി ആ നാട്ടിലൊരു പതിവുണ്ട്, ഒരു കള്ളനുണ്ട്. അയാൾ ആര് മരിച്ചാലും അന്നത്തെ രാത്രി പതി അവിടെ ചെല്ലും, എന്നിട്ട് ഖബർ കുഴിക്കും. എന്നിട്ട് ആ കബറാളിൽ ധരിച്ചിരിക്കുന്ന കഫൻ തുണി പതിയെ മോഷ്ടിക്കും. കഫൻ തുണി മോഷ്ടിച്ചിട്ട് പഴയ പോലെ കബറൊക്കെ ആക്കിയിട്ട് ഇയാൾ പോകും. ഇത് വിറ്റിട്ടാണ് ഇയാൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ മരണപ്പെട്ട ഈ മഹാന്റെ കഫം തുണി മോഷ്ടിക്കാൻ വേണ്ടി പതിയെ കബർ തുരന്നു വന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കബർ തുരന്ന് കബറൊക്കെ മാറ്റി, ആ കബറിന്റെ മണ്ണൊക്കെ മാറ്റി, ആ പലക അങ്ങോട്ട് മാറ്റിയപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ കബറിൽ കിടക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് ഒച്ചപ്പാടും വെള്ളമെടുത്തപ്പോൾ പറഞ്ഞു, ഒച്ചപ്പാട് എടുക്കണ്ട, ഞാൻ മരിച്ചിട്ടില്ല, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പ്രേതമൊന്നുമില്ല, ഞാൻ എന്താ മരിച്ചിട്ടില്ല, ഞാൻ ബോധം കെട്ട് വീണതാണ്. അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അയാൾക്ക് മനസ്സിലായി ശരിയാണെന്ന്.
എന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ പോയി പറയണം ഞാൻ മരിച്ചിട്ടില്ല, എനിക്കൊരു വസ്ത്രം, ഞാൻ ധരിക്കുന്ന വസ്ത്രം എടുത്തുകൊണ്ട് വരിക. അങ്ങനെ നാട്ടുകാരൊക്കെ വന്നു നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വലിച്ചു കയറ്റി, അദ്ദേഹം ഒന്ന് കുളിച്ച് ഫ്രഷായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചു. അദ്ദേഹം പോയി നിസ്കരിച്ചു. എന്നിട്ട് അവിടെ വെച്ച് അന്ന് തന്നെ അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന് തഫ്സീർ എഴുതാൻ തുടങ്ങിയെന്നാണ്. ആ തഫ്സീറിന്റെ പേരാണ്, ഈ ഉസ്താദുമാരൊക്കെ കോളേജ് തലത്തിൽ പഠിക്കുന്ന ഒരു തഫ്സീറുണ്ട്. ആ തഫ്സീറിന്റെ പേരാണ് തഫ്സീറുൽ ബൈലാവി. ഭയങ്കര തഫ്സീറാണത്, തഫ്സീറുൽ ബൈലാവി. ആ ബൈലാവി തഫ്സീർ എഴുതിയ മഹാനായ ബൈലാവി ഇമാമിന്റെ ചരിത്രമാണ് ഈ പറഞ്ഞത്. പറഞ്ഞു വന്നത്, ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് വലിയ എന്താ പറയാ, അത് ഖുർആൻ ഓതലാവട്ടെ, ഖുർആനിനെ എന്താണ് ഈ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഖുർആൻ ഉണ്ടാവുമല്ലോ, ആ ഖുർആനൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ട് ഒന്ന് സൂക്ഷ്മതയോടുകൂടി വെക്കൽ തന്നെ, അതൊക്കെ നമുക്ക് ഖുർആനോടുള്ള ആദരവ്, ബഹുമാനം, അതെന്താണ് നമുക്ക് ഈമാൻ വർദ്ധിക്കാനും ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ഖബറാളികളുണ്ട്, നമ്മുടെ ഉമ്മ വാപ്പ, അവർക്കൊക്കെ വേണ്ടി നല്ലവണ്ണം ദുആ ചെയ്യണം. എങ്ങനെയാ ദുആരക്കേണ്ടത്? ഖബറാളികൾക്ക് വേണ്ടി എങ്ങനെയാ ദുആരക്കേണ്ടത്? ഒരു ഫാത്തിഹ ആദ്യം ഓതുക. ഒരു ഫാത്തിഹ ഓതുക, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്, 1 പ്രാവശ്യം സൂറത്തുൽ നാസ്, പിന്നെ പറ്റുമെങ്കിൽ മറ്റ് ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഓതുക. സൂറത്ത് യാസീൻ ഓതാം, അല്ലെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതാം. എന്ത് ഓതിയിട്ടും നമ്മൾ ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞാൻ ഓതിയ സൂറത്ത്, ഈ സൂറത്തുകളൊക്കെ നീ സ്വീകരിക്കണം അല്ലാ. ഇതിന്റെ പ്രതിഫലം, ഈ ഓതിയ സൂറത്ത്, ഈ ഖുർആനിന്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട വാപ്പിച്ചിക്ക് കൊടുക്കണമല്ല, എൻ്റെ മരണപ്പെട്ട ഉമ്മാടെ ഖബറിടത്തിലേക്ക് കൊടുക്കണമല്ല. അങ്ങനെ നമ്മൾ ദ്വാരക്കണം. നമ്മൾ ഓതിയ സൂറത്തുകൾ, അതിൻ്റെ പ്രതിഫലം, ആ ഓതിയതിൻ്റെ പ്രതിഫലം ആർക്ക് കൊടുക്കണം? ഖബറാളികൾക്ക് കൊടുക്കണേ. അങ്ങനെയാണ് നമ്മൾ ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഒരാള് തുമ്മി, ഒരാൾ തുമ്മി, അല്ലെങ്കിൽ ഒരാൾ ഏമ്പക്കം വിട്ടു, നല്ല വയറൊക്കെ ഫുള്ളായി, അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഉച്ച കഴിഞ്ഞിട്ട് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ഇറച്ചിയും ചോറൊക്കെ കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടു, ഗ്യാസ് പോയി. ആ സമയത്ത് അയാൾ പറഞ്ഞു എന്ത്? ഫഖാല, അയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. ഒരാൾ തുമ്മി, സാധാരണ നമ്മൾ തുമ്മുമ്പോൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയില്ലേ? പക്ഷെ ആ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അതിൽ ഒരു വാക്ക് കൂടി കൂട്ടുക. എന്ത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുപോലെ ഏമ്പക്കം വിടുന്നു. ഏമ്പക്കം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ്, ഇങ്ങനെ എന്നും പറയും, ഫുള്ള് വയറൊക്കെ ഫുള്ളായി ഒന്നും പറയില്ലേ? ആ സമയത്ത് എന്ത് പറയണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ദഫഅല്ലാഹു ബിഹാ അൻഹു 70 ദാഅ, 70 രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല അവനിക്ക് കാവൽ കൊടുക്കുമെന്നാണ്. ഈ 70 രോഗം എന്ന് പറഞ്ഞാൽ പനി, ചുമ, ജലദോഷം, തലവേദന അതൊന്നുമല്ല. മറിച്ച് ഈ 70 രോഗങ്ങളിൽ ഏറ്റവും ചെറിയ രോഗം ഏതാണ്? അത് കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗമാണ്. ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ അടർന്ന് പോകുന്ന രോഗമാണ്. ക്യാൻസറിനേക്കാൾ മാരകമായ അസുഖമാണ് ഈ കുഷ്ഠരോഗം. ആ കുഷ്ഠരോഗമാണ് ഈ 70 രോഗങ്ങളിൽ ഏറ്റവും ചെറുത്. അതായത് അതിനേക്കാൾ വലിയ ഏത് രോഗങ്ങളുണ്ടോ അതിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ തുമ്മുന്ന സമയത്ത് എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് മാത്രമല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണം. അതുപോലെ എമ്പക്കം വിടുമ്പോൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി, ആ വയറ് നിറഞ്ഞു എന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയണം. നമ്മുടെ മക്കളെയും ഇത് പഠിപ്പിക്കണം, അവരും ഇത് പറയട്ടെ. അപ്പം എന്താണ്? 70 രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടും. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.